നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ വെറുതെ പറഞ്ഞതാ. നടക്കാൻ വൈകുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്റെ പേരക്കുട്ടി ആദ്യം ഏറ്റുവാങ്ങണമെന്നും തോളിലിട്ടുറക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം അച്ഛൻ പൂട്ടിക്കെട്ടേണ്ടി വരും. അതേ ഉദ്ദേശിച്ചുള്ളൂ. അച്ഛൻ അപ്പോഴേക്കും എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പാ. മോളുടെ നാവ് പൊന്നാവട്ടെ. അല്ല, ആന്റി എവിടെ? ഫിസിയോതെറാപ്പിയുടെ ഡോക്ടർ വിളിച്ചെടുത്തോട്ട് പോയിരിക്കുക. ആ, ഞാൻ അമ്മയൊന്ന് ചെന്ന് കാണട്ടെ. ചെല്ലു മോളെ, മോളെ ചെന്നാട്ടെ. അവളുടെ വിചാരണ എന്നാ മോനെ തുടങ്ങുന്നേ? ആരുടെ? എന്റെ ആദ്യപുത്രിയുടെ. എത്ര കൊല്ലം ഉണ്ടാവും ശിക്ഷ? മുമ്പ് അവൾ ആക്രമിച്ച ഒരാൾ മരണപ്പെട്ടു എന്നൊരു വാർത്ത കൂടിയുണ്ട്. അതുകൂടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ജീവപര്യന്തം ഉറപ്പ് അല്ലേ? ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. എന്ത് ചെയ്യാ ഞങ്ങളെ? നമ്മളാരും മനഃപൂർവ്വം ചെയ്തതല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല അർജുൻ. കഴിഞ്ഞ തവണ നീ പറഞ്ഞില്ലേ മക്കൾ വഴിതെറ്റി പോകുന്നതിൽ അച്ഛനമ്മമാർക്ക് പങ്കില്ല എന്ന്. അങ്ങനെയല്ല. മോശം അപ്ബ്രിങ്ങിങ് ആണ് ഒരു പക്ഷെ ഒരു മോശം മനുഷ്യനെ ഉണ്ടാക്കുന്നത്. മോശം മനുഷ്യരിൽ നിന്നാണ് ക്രിമിനലുകൾ ഉണ്ടാകുന്നത്. പൂജ ഒരു നല്ല കുട്ടിയായി വളർന്നത് എന്റെ ഗുണം കൊണ്ടൊന്നുമല്ല, വിശ്വനാഥൻ സാറിന്റെ ഗുണം കൊണ്ട്. അതുപോലെ നല്ലൊരു വളർത്തച്ഛനെ റാണിക്ക് കിട്ടിയില്ല. അവളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന തെറ്റിന് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. അങ്ങളെ, ഒരച്ഛനും അമ്മയ്ക്കും പറഞ്ഞ മക്കളിൽ തികച്ചും വ്യത്യസ്തരായ എത്രയോ പേരുണ്ടാവും. അവരുടെ എല്ലാം സ്വഭാവത്തിന്റെ പ്രത്യേകതകൾക്കും നന്മകൾക്കും തിന്മകൾക്കും ഒക്കെ കാരണം അച്ഛനമ്മമാരാണോ? അല്ല. അങ്കിൾ ആദ്യം മനസ്സിൽ നിന്ന് ഈ കുറ്റബോധം കളയണം. റാണിയുടെ അമ്മയെ അങ്കിൾ സ്നേഹിച്ചു, പക്ഷേ ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, അവർ അങ്കിളിനെ വിട്ടു പോവുമായിരുന്നു. ആ സമയത്ത് റാണി അവരുടെ ഉള്ളിൽ രൂപം കൊണ്ട കാര്യം അങ്കിളിന് അറിയുമായിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അങ്കിൾ ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് അരുണും ആന്റിയും പൂജയാണ്. അങ്കിളെ, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്കിൾ ആ കുറ്റബോധത്തിന്റെ കണ്ണട വെച്ച് ഇനി ലോകത്ത് നോക്കാൻ നിൽക്കരുത്. റാണി അർഹിച്ചത് അവൾക്ക് കിട്ടി. പൂജ അർഹിക്കുന്നത് ഇതുവരെ അവൾക്ക് നൽകാൻ നമുക്കായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതെല്ലാം മറന്ന് പൂജയ്ക്ക് വേണ്ടി നമുക്ക് നിന്നൂടെ അങ്കിളെ? അതല്ലേ വേണ്ടത്? ഇനി നമ്മളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അതങ്ങൾ മനസ്സിലാക്കണം. മോനെ, നീ ഒരു കാര്യം കൂടി ചെയ്യണം. നീ പോയി റാണിയുടെ അമ്മയെ കാണണം. പൂജയല്ല അവളുടെ മകളെന്നും ശരിക്കുള്ള റാണി ഇന്നയാളാണെന്നും ബോധ്യപ്പെടുത്തണം. ആദ്യം ചിലപ്പോ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും, മനസ്സ് വിഷമിക്കുമായിരിക്കും. പക്ഷേ ജയിലിൽ കിടക്കുന്ന റാണിയെ ഇടയ്ക്ക് ചെന്ന് കാണാനും ആശ്വസിപ്പിക്കാനും അവർക്കായാൽ ഒരു പക്ഷേ രണ്ടുപേർക്കും അത് ഗുണം ചെയ്യും. പൂജയുടെ ജീവിതത്തിലേക്ക് അവകാശം ഉന്നയിച്ചുകൊണ്ട് ഇനി ഒരാളും വന്നുകൂടാ. അത് അരുണിമയ്ക്ക് ഇനി താങ്ങാനാവില്ല. പോവാങ്കിളെ, അവരെ ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. നീ ഒരു നല്ല മരുമകനാണ് അർജുൻ. എനിക്ക് ആൺമക്കളില്ലല്ലോ. അത് മനസ്സിലാക്കി ഈശ്വരൻ എനിക്ക് തന്ന മകനാണ് നീ. വാ. പൂജച്ചി, പൂജച്ചി. ആഹാ, നിങ്ങളാണോ? ആ, വാ.
ഞങ്ങള് പൂജേച്ചിയെ കാണാൻ ഓടി വന്നതാ അമ്മേ. എവിടെ പൂജേച്ചി എവിടെ? ഇന്നലെ അമ്മ വിളിച്ചെന്ന് അറിഞ്ഞപ്പോ മുതല് സ്നേഹം ഇങ്ങോട്ട് വരാൻ കയർ ഓടിച്ചോണ്ടിരിക്കുവോ? എവിടെ? മുറിയിലുണ്ടോ ചേച്ചി? ഞാൻ പോയി കണ്ടിട്ട് വരാം. അയ്യോ നിക്കുമോളെ, അവരിവിടെ ഇല്ല. എങ്ങോട്ട് പോയമ്മേ? രണ്ടുപേരും കൂടി പുറത്തോട്ടൊന്ന് പോയതാ. ശോ, കാണാൻ വേണ്ടി ഞങ്ങൾ ഓടി വന്നത്. അതിനെന്താ, അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? കണ്ടിട്ട് പോയാ മതി. ഇതെന്തൊക്കെയാ ഈ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? കഴിക്കാനായിട്ടൊന്നും വാങ്ങിയില്ല. അതൊക്കെ പൂജേച്ചിയോട് ചോദിച്ചിട്ട് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് വാങ്ങാന്ന് കരുതി. ഈ സമയത്ത് എന്തിനോടൊക്കെ ഇഷ്ടമെന്ന് എനിക്കറിയില്ലല്ലോ. ഇതിലിപ്പോ എന്തൊക്കെയാ? ഇത് കുറെ കുഞ്ഞുടുപ്പുകളും ബേബി പ്രോഡക്ട്സ് ഒക്കെ അമ്മേ. എടാ മക്കളെ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ വാങ്ങിയേ? എന്നാലും വാങ്ങേണ്ടതല്ലേ അമ്മേ. അപ്പൊ പിന്നെ നേരത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വാങ്ങിയത് കൊണ്ടല്ല, ഇതൊന്നും ഇത്രയും നേരത്തെ വാങ്ങാൻ പാടില്ലെന്നാ പറയാറ്. അതെന്താ അമ്മേ? അത് ജീവന്റെ കാര്യല്ലേ മോളെ, അതൊക്കെ ഈശ്വരന്റെ കയ്യിലല്ലേ. അമ്മയും കുഞ്ഞും രണ്ടിടത്ത് ആവുന്നത് വരെ ഒന്നും കരുതി വെക്കരുതെന്നാ പഴമക്കാര് പറയാറ്. അതൊക്കെ പഴയ ആൾക്കാർ പറയുന്നില്ലേ അമ്മേ. ഇതൊക്കെ സുരക്ഷിതമായിട്ട് ഇപ്പൊ നടന്നോളും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ ഉണ്ട്. അതെ, പൂജേച്ചിക്കും കുഞ്ഞിനും എല്ലാ ആരോഗ്യവും ഉണ്ടാവും. ഉണ്ടാവട്ടെ മോളെ. ഒരുപാട് ദുരന്തം അനുഭവിച്ചതാ എന്റെ മോള്. ഇനിയെങ്കിലും അവര് സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങട്ടെ. എല്ലാ സങ്കടങ്ങളുടെയും കാലം കഴിഞ്ഞു അമ്മേ. ഇനി സന്തോഷത്തിന്റെ കാലോ അമ്മ നോക്കിക്കോ. ആ, ഇനി നിങ്ങൾക്ക് കൂടി ഒരു കുഞ്ഞു വരണം. അപ്പോഴേ ഈ വീടിന്റെ സന്തോഷം പൂർത്തിയാവും. ഏതായാലും പൂജേച്ചിയുടെ കുഞ്ഞു വളർന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങട്ടെ, എന്നിട്ട് ആലോചിക്കാം. ആ, അത്രയ്ക്കൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. ആ ഭാഗ്യമൊന്നും നമ്മുടെ നിയന്ത്രണത്തിലാവരുത് മക്കളെ. ദൈവത്തിന് അനുഗ്രഹിക്കാൻ തോന്നുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അത് നടന്നില്ലെങ്കിൽ പിന്നെ ദുഃഖാവും. പിന്നെ ദൈവം ഭൂമിയിൽ ഓരോ കപ്പിളിനും കുട്ടികളെ കൊടുക്കേണ്ട സമയം എന്നൊക്കെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുമല്ലയോ. അമ്മ കഴിക്കാൻ നേരിടുത്ത് എനിക്ക് വിശക്കുന്നു. ഇവിടെ വാടാ. എന്താ വേണ്ടേ? എന്ത് സ്പെഷ്യല്? ഞാൻ ദോശ എടുക്കാം. വേറൊന്നുമില്ലയോ? അത് മാത്രം മതിയോ? എന്തേലും പോടാ. പെട്ടെന്ന് പെട്ടെന്ന്. ഈ അമ്മ പറഞ്ഞതേ നമുക്കൊന്ന് ആലോചിക്കാം. എന്ത്? അല്ല, അമ്മയപ്പോ പറഞ്ഞ കാര്യമില്ലേ? അയ്യടാ. അല്ല, എനിക്ക് തിരക്കൊന്നുണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ദൈവത്തിന് വേറെ ആൾക്കാരുടെ സമയമൊക്കെ നോക്കി അതൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മളായിട്ട് പുള്ളിയെ വെല്ലുവിളിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാ. അയ്യടാ. താല്പര്യമില്ലേ? അമ്മയെ സ്നേഹിക്ക് താല്പര്യം? ഞാൻ അടുത്ത് പറയണോ? താല്പര്യമുണ്ടോ? പറ. പൂജമോളെ. അമ്മ മോളെ, ഞാൻ അമ്മയെ കാണാൻ ഓടി വന്നതാ. എന്താ? പറയാം. എന്താ മോളെ? ഈശ്വര മോളെ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മോളെ അച്ഛനോട് പറഞ്ഞോ? മുറിയിലേക്ക് ആദ്യം ചെന്ന് അമ്മ അങ്ങോട്ട് വരും വരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. മോളെ, എല്ലാ വിഷമങ്ങൾക്കും അവസാനം ഇപ്പൊ ദൈവം ഇരട്ടി സന്തോഷം തന്നില്ലേ നമുക്ക്? അത് മതി. ദേ, എന്റെ മോളുടെ കുട്ടിക്കാലം അമ്മ ശരിക്കും കണ്ടിട്ടില്ല. അതിനു പകരം ഈശ്വരൻ എനിക്ക് എന്റെ പേരക്കുട്ടിയുടെ കുട്ടിക്കാലം കണ്ണിറയെ കാണാൻ തരട്ടെ. ആ കുഞ്ഞു വളരേണ്ടതും എല്ലാവരുടെയും കൂടെ ആയല്ലോ അമ്മ. മുത്തശ്ശിയും അച്ഛനും അമ്മൂമ്മയും മുത്തശ്ശനും അങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ എന്റെ കുട്ടിക്ക്. അതിൽ പരം ഭാഗ്യം എന്താ വേണ്ടേ? എല്ലാം നന്നായി വരും മോളെ. ദേ, നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഭാഗ്യം എനിക്ക് കിട്ടിയ അനുഗ്രഹ. തകർക്കാൻ ശ്രമിച്ചിട്ടും നമ്മുടെ കുടുംബം ഒട്ടും തകരാതെ അവസാനം ഒരുമിച്ചായില്ലേ? ദേ, അത് വരാനിരിക്കുന്ന ഈ കുഞ്ഞിന്റെ ഭാഗ്യാണെന്ന് കരുതിയാ മതി. ദേ, അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി പൂർണ്ണമായ സുഖായ നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോണം. എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം
എന്റെ പേരക്കുട്ടിക്ക് ഉണ്ടാവണം. ആണായാലും പെണ്ണായാലും ആ കുഞ്ഞ് അമ്പാടിയിലെ ഉണ്ണിക്കണ്ണനെ പോലെ വളരണം. ദേ മോള് നോക്കൂ, ഇനി നമ്മുടെ കുടുംബത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ആൺകുട്ടിയാണെങ്കി അവന് ഭഗവാൻ കൃഷ്ണന്റെ പേരിടണം. പേര് കൃഷ്ണ വസുദേവ. അപ്പൊ പെൺകുട്ടിയാണെങ്കിലോ? സംശയം എന്ത്? വസുദേവ കൃഷ്ണ. അപ്പൊ ഉറപ്പിച്ചു, ഇനി വേറൊരു പേരില്ല. അമ്മമാരാവാൻ തുടങ്ങുമ്പോഴേ ദൈവം പെൺകുട്ടികൾക്കൊരു പ്രത്യേക ചന്തം കൊടുക്കും. ദേ എന്റെ മോക്കിപ്പോ ആ ഭംഗിയുണ്ട്. ഇനി മുതൽ മോളുടെ ഉള്ളില് 2 ഹൃദയമാണ് മിടിക്കുന്നതെന്ന് ഓർമ്മ വേണം. ചിന്തകളെല്ലാം നല്ലത് മാത്രം ആവണം. കേൾക്കുന്ന വാക്കും പറയുന്ന വാക്കും ശുദ്ധിയുള്ളതായിരിക്കണം. നല്ല വാക്ക് മാത്രം ഓതുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും ആ കുഞ്ഞിന് കഴിയണേ എന്ന് എന്നും പ്രാർത്ഥിക്കണം.